പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മിൽ ഒരു എംപ്റ്റിയിങ് പ്രോസസ്സ് നടക്കണം. ചിലതൊക്കെ നാം ഒഴിച്ചു കളയേണ്ടത് ആവശ്യമാണ്. എന്നിട്ട് പരിശുദ്ധാത്മാവിനാൽ നാം നിറയപ്പെടണം. എന്നിട്ട് ആ നിറവിൻ്റെ ഒരു ജീവിതം നമ്മിൽ ഓവർഫ്ലോ ചെയ്തുണ്ടാകണം. ബീങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ലിവിങ് ഔട്ട് ആൻഡ് ഓവർഫ്ലോയിങ് സ്പിരിറ്റ് ഫിൽഡ് ലൈഫ്. അതുകൊണ്ട് നോർമലായിട്ടുള്ള ആ ലൈഫ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു ഓവർഫ്ലോയിങ് ലൈഫ് ജീവിപ്പാൻ തക്കവണ്ണം ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്തേ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം, 1 ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 50. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ഓക്കെ, നമ്മൾ നമ്മുടെ ജേർണി തുടങ്ങുന്നത് നമ്മൾ ഒരു എംപ്റ്റിയിങ് പ്രോസസ്സ് നമ്മൾ നടന്നതിന് ശേഷം. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ അനുകാരികളായ നാം, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലങ്ങി വാങ്ങപ്പെട്ട നാം, വിലയ്ക്ക് വാങ്ങിയവരാ നമ്മൾ, ആത്മാവിനാൽ നിറയപ്പെട്ടവരായ നാം ഈ ലോകത്തിലെ സംഗതികളോട് അനുരൂപപ്പെടുവാൻ ഇടയാകരുത്. ഈ ലോകത്തിലെ സംഗതികൾ നാം മനസ്സിൽ വെച്ചുകൊണ്ട് വലിയ കാര്യമായി കാണരുത്. നോട്ട് ടു ലവ് ദ തിങ്സ് ഓഫ് ദിസ് വേൾഡ്. അതാ ദൈവാത്മാവ് നമ്മോട് പറയുന്നത്. പ്രൈസ് ഗോഡ്. പക്ഷെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ ഫോളോവേഴ്സ് ആണെങ്കിൽ നാം നമ്മെ തന്നെ ത്യജിക്കണം, നമ്മുടെ ക്രൂശ് എടുക്കണം, എന്നിട്ട് യേശു കർത്താവിനെ അനുഗമിക്കണം. അപ്പോസ്തലനായ പൗലോസ് റോമർ 12 പറയുന്നുണ്ട്, നമ്മൾ ഈ ലോകത്തിൻ്റെ പാറ്റേണിനോട് അനുരൂപരായി തീരരുത്. പക്ഷെങ്കിൽ വി ഷുഡ് ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂയിങ് ഓഫ് അവർ മൈൻഡ്സ്. നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. പ്രൈസ് ഗോഡ്. ആ രൂപാന്തരപ്പെടലുണ്ടല്ലോ, അതിനകത്ത് നാം നന്മയും ദൈവത്തിൻ്റെ പ്രസാദവും പൂർണ്ണതയുമുള്ള ആ ഹിതം, ദൈവഹിതം എന്തെന്ന് നാം മനസ്സിലാക്കിയെടുക്കണം. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ റിന്യൂവൽ. അത് ഉണ്ടായിരിക്കുന്നത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്, അനാകെയ്നോസിസ്, ANAKAINOSIS. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? റിനോവേറ്റ്. റിനോവേറ്റ് എന്നുള്ള വാക്ക് പറയുമ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനസ്സിലാകും. കാരണം വീട് റിനോവേറ്റ് ചെയ്യുന്ന കാര്യം, അതായത് പുതുക്കുന്ന കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സംസാരിച്ച് കേൾക്കുന്നത്. നമ്മളെന്ത് ചെയ്യണമെന്നറിയാവോ? നമ്മുടെ എല്ലാ പഴയ ലോകത്തിൻ്റെ വഴികൾ, ലോകത്തിൻ്റെ വേർഡ്ലി വേ ഓഫ് തിങ്കിങ്, വേർഡ്ലി വേ ഓഫ് ആക്ടിങ്, വേർഡ്ലി വേ ഓഫ് ലിവിങ് എല്ലാം കളഞ്ഞിട്ട് നമ്മൾ ദൈവീയ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കണം. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 20 വരെയുള്ള വാക്യം ഇങ്ങനെ പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷം ചെയ്യുന്നവരോ എന്നേക്കും ഇരിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴിക ആകുന്നു. എതിർ ക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർ ക്രിസ്തുകൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴികയാകുന്നുവെന്ന് നമുക്ക് അറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടുവെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. അവർ നമുക്കുള്ളവരായിരുന്നുവെങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടല്ലോ. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ചില സ്റ്റേൺ വാർണിങ്സ് ലോകത്തെ സ്നേഹിക്കുന്നവർക്ക് ഇവിടെ കൊടുക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? വാസ്തവമായി അതിൻ്റെ അർത്ഥം എന്താണെന്നാണ്.
അതിനകത്ത് പറയുന്നത്, നാം ലോകത്തെ സ്നേഹിക്കാൻ പോവുകയാണെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ഈ ലോകത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ ഡിസയേഴ്സിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്നവൻ, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ, അവൻ എന്നേക്കും നിലനിൽക്കും, അവൻ എന്നേക്കും ജീവിക്കും. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരു തീരുമാനം ഉണ്ടാകണം. നാം ലോകത്തെ തിരഞ്ഞെടുക്കുമോ, നാം ദൈവത്തെ തിരഞ്ഞെടുക്കുമോ? നാം ഒരിക്കൽ ദൈവത്തെ തിരഞ്ഞെടുത്താൽ നമ്മുടെ എല്ലാ അൺഗോഡ്ലി ആയിട്ടുള്ള സംഗതികൾ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് എല്ലാം വലിച്ചെറിയുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അപ്പം ഈ ലോകത്തിൻ്റെ ഡിസ്ട്രാക്ഷൻസിൽ നിന്നെല്ലാം നാം നമ്മുടെ ഫോക്കസ് മാറ്റണം. കാരണം ഈ ലോകം തരുന്ന അബണ്ടൻസ് നമുക്ക് വേണ്ട. പൂർണ്ണമായി നാം ദൈവത്തെ പിൻപറ്റി കഴിയുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് വെളിപ്പെടുത്തി തരും, മനസ്സിലാക്കി തരും. അതുകൊണ്ട് ഒരു സ്പിരിറ്റ് ഫിൽഡ് ലൈഫിന് വേണ്ടി ദൈവത്തോട് ചോദിയിരെ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ, ഫിലിപ്പിയർ 4:8, അതിനകത്ത് പൗലോസ് ഫിലിപ്പി ചർച്ചിന് ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ആ ഇൻസ്ട്രക്ഷൻസ് നാം എന്തൊക്കെ ചിന്തിക്കണം എന്നുള്ളതിനാണ് കൊടുത്തിരിക്കുന്നത്. പറയുന്നു, ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ച് കൊള്ളുവിൻ. പ്രൈസ് ഗോഡ്. സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഫിയർ, വറി അതൊന്നും പൗലോസിൻ്റെ ലിസ്റ്റിലെ പൗലോസ് പെടുത്തിയിട്ടില്ല. അതിന് പകരം പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ 5-8 കാര്യങ്ങളാണ്. ഘനമായതും നീതിയായതും സത്യമായതുമൊക്കെ അതിന്മേൽ നാം നമ്മുടെ ചിന്ത വെക്കണം. നമ്മൾ ആ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ മനസ്സിലാക്കണമേ, ദൈവത്തിൻ്റെ വഴിയോട് നാം ഒരു സ്റ്റെപ്പും കൂടെ അടുത്തിരിക്കുക. എന്നിട്ട് എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും നമ്മെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യം, ജോൺ ചാപ്റ്റർ 17:17, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യം ആകുന്നു. പ്രൈസ് ഗോഡ്. അപ്പം നമ്മെ ശുദ്ധീകരിക്കാൻ സത്യത്തിനെ കഴിയത്തുള്ളൂ, സത്യവചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതായത് ദൈവവചനത്തിന് കഴിയും. അപ്പോൾ പൗലോസ് ഫിലിപ്പിയ ചർച്ചിനോട് പറയുന്നത് എന്താ? സത്യമായതിൽ നിലനിൽക്കണം, സത്യമായതൊക്കെയും രമ്യമായതൊക്കെയും, അങ്ങനെയല്ലേ പറയുന്നത്. അതായത് ദൈവമക്കളെ, വചനത്തിന് നാം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തേ പറ്റൂ. ദൈവവചനത്തിൻ്റെ സത്യത്തിൽ നാം ഉറച്ചു നിൽക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി ആകണം. അങ്ങനെ വരുമ്പോൾ ഈ ലോകത്തിലെ സംഗതികൾ നിമിത്തം ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആകുവാൻ നമുക്ക് പറ്റത്തില്ല. ഒരു സ്പിരിറ്റ് ഫിൽഡ് ലൈഫ്, ഒരു ഓവർഫ്ലോയിങ് ലൈഫ്, അത് അനുസരിച്ച് ജീവിപ്പാൻ, അതിന് കീഴ്പ്പെട്ട് ജീവിപ്പാൻ തക്കവണ്ണം ഒരു ഇൻറ്റഗ്രൽ സ്റ്റെപ്പ് എടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിന് നമുക്ക് അവൻ്റെ സന്നിധാനത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്പിരിറ്റ് ഫിൽഡ് ഓവർഫ്ലോയിങ് ലൈഫ്, അത് നമ്മുടെ ജീവിതത്തിൽ കാണണം. പ്രൈസ് ഗോഡ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യത്തിൽ നമ്മൾ പിശാചിനെ കാണുന്നുണ്ട്, നമ്മുടെ ശത്രുവിനെ കാണുന്നുണ്ട്, അതായത് ഡെവിളിനെ കാണുന്നുണ്ട്. ഡെവിൾ എന്തുവാ? ഡെവിള് ഒരു ലയറാണ്. അവൻ നുണയന, അവൻ ഭോഷ്കിൻ്റെ പിതാവുമാകുന്നു. ജോൺ 8:44, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു, അവനിൽ സത്യമില്ലായതുകൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു, അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആകുന്നു.
പ്രൈസ് ഗോഡ്. എത്ര നല്ലൊരു ടൈറ്റിലാണ് പിശാചിന് കൊടുത്തിരിക്കുന്നത് അല്ലേ? അവർ എനിമി ഈസ് എ മാസ്റ്റർ ഓഫ് ഡിസെപ്ഷൻ. അത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാ ഡിസെപ്ഷൻസും ഈ ലോകത്തിൽ പൈശാചികൻ കൊണ്ടിടുന്നതിൽ നിന്ന് നാം നമ്മെ തന്നെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ഗോഡ്. ഗലാത്തി ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. ഗലേഷ്യൻസ് ചാപ്റ്റർ 6 വേഴ്സസ് 7 and 8. അതിങ്ങനെ പറയുന്നു: ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. പ്രൈസ് ഗോഡ്. ശത്രുവായ പിശാച് എപ്പോഴും ദൈവവചനത്തെ കൂട്ടിക്കളഞ്ഞ് ദൈവത്തിൻ്റെ ജനത്തെ കൺഫ്യൂസ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ചില ബ്ലറിങ് മോറൽസ് ശത്രു പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് അവൻ്റെ ആ വലിയ ചതിക്ക് നാം ഇരയായിത്തീരുവാൻ ഇടയാകരുത്. അതിനു പകരം നമ്മളുടെ പേര് സത്യവചനത്തിൽ ഉറച്ചിരിക്കട്ടെ. അങ്ങനെ നാം ഉറച്ചിരിക്കുമ്പോൾ ഈ ശത്രുവായവൻ്റെ ഡിസെപ്ഷനകത്ത് നാം ചെന്ന് പെടത്തില്ല. തന്നെയുമല്ല, ഇളകാതെ കുലുങ്ങാതെ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയും. അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹനിറഞ്ഞ ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ശത്രുവിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി, നുണയനായ പിശാചിൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി ഒരു റിവൈലിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിപ്പാൻ, സത്യവചനത്തെ യഥാർത്ഥമായി അനുസരിച്ച് മുന്നോട്ട് ചെയ്യുവാൻ ആവശ്യമാണ് സ്വർഗീയ കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നീ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.